ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയായതിനു ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്ന ഏതാനും വചനങ്ങളാണ്. സൂറത്തുൽ ബഖറയിലെ 200 മുതൽ 202 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ ഓതി വച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫൈദാ ഖദൈതും മനാസികക്കും, നിങ്ങൾ നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, ഓർക്കുക, വിക്റ് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എല്ലാ കർമ്മങ്ങളും മഹത്തായ അള്ളാഹുവിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ അവസാനിക്കുന്നിടത്ത് അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യുദ്ധസമയത്ത് നമസ്കാരത്തെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറയാണ് ഫൈദാ ഖദൈതുമുസ് സ്വലാത്ത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നിങ്ങൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമെല്ലാം നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. നമുക്കറിയാം, നോമ്പ് അവസാനിക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ ആ എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ഹിദായത്ത് തന്ന പടച്ചവനെ പറ്റി നിങ്ങൾ തക്ബീറുകൾ ചൊല്ലുന്നതിന് വേണ്ടി എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. ഈ മഹത്തായ കർമ്മങ്ങൾക്ക് ശേഷം അള്ളാഹുവിനെ ധാരാളമായി വിക്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ഈ ആരാധനകളെ പറ്റി പറയുന്നിടത്തെല്ലാം പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് ഈ ആയത്തിലൂടെ പടച്ചവൻ പറയുന്നത്. കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ സ്മരിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്മരിക്കുക എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് രണ്ട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഒന്ന്, ഈ ചെറിയ കുട്ടികൾ അവരിങ്ങനെ സംസാരിച്ചു തുടങ്ങുന്ന ആ പ്രായത്തിൽ എത്ര തവണ അവര് അബാ ഉമ്മ എന്നൊക്കെ പറയും, ഉമ്മ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. മക്കളിങ്ങനെ ഉപ്പയുടെയും ഉമ്മയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എത്ര തവണ? അത് ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഈ ചെറിയ കുട്ടികൾ മിണ്ടിത്തുടങ്ങുന്ന സമയത്ത് പിതാവിനെയും മാതാവിനെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ നിങ്ങൾ ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ഓർക്കുക എന്നതാണ് അതിന്റെ വിശദീകരണം എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ഹജ്ജു കഴിഞ്ഞതിന് ശേഷം മിനയിലും മറ്റുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഈ ആളുകൾ, ഈ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ, അവര് ഈ കർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പിതാക്കന്മാരുടെ മഹത്വം പറയാൻ തുടങ്ങും. അവരുടെ പിതാക്കന്മാരുടെ നന്മയെക്കുറിച്ച്, അവരുടെ ഔദാര്യത്തെക്കുറിച്ച്, അവരുടെ സേവന മനസ്കതയെക്കുറിച്ച്, അവരുടെ നന്മകളെക്കുറിച്ച് ഓരോ കബീലകളായി തിരിഞ്ഞിരുന്നുകൊണ്ട് അവരിങ്ങനെ വമ്പും വീമ്പും പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ വീരോചിത കഥകളെ പറ്റി അവർ സ്മരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ, അല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഈ മഹത്തായ കർമ്മം കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ പിതാക്കന്മാരെ പറ്റിയുള്ള വമ്പും വീമ്പും പറയലുകളല്ല, അതിനേക്കാൾ ഉന്നതമായ രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മഹത്തായ കർമ്മം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മളൊരു വലിയ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തും, അല്ലെ? നമ്മളൊരു നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞതിന് ശേഷം, തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് പടച്ചവന്റെ മുന്നിൽ പ്രാർത്ഥിക്കും. ഒരു മഹത്തായ കർമ്മത്തിന് ശേഷം നമ്മൾ അള്ളാഹുവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന അവസരമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് നിറമനസ്സോടുകൂടി പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കും. നമുക്ക് പറയാനുണ്ട്, നമുക്ക് പരിഭവങ്ങളുണ്ട്, നമുക്ക് പരാതികളുണ്ട്, നമുക്ക് സങ്കടങ്ങളുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പടച്ചവന് മുന്നിൽ തുറക്കും. ഏറ്റവും മനോഹരമായ അവസ്ഥയാണ് അത് പറയുന്നിടത്ത്. നമ്മളുടെ ആരോഗ്യം നമുക്ക് ഓർമ്മ വരും, നമ്മുടെ സാമ്പത്തികമായ പരാധീനതകൾ നമുക്ക് ഓർമ്മ വരും, നമ്മളുടെ മക്കളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും, ആ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവരുടെ ജോലിയെപ്പറ്റി എല്ലാം നമുക്ക് ഓർമ്മ വരും, നമ്മളുടെ രോഗത്തെ പറ്റിയുള്ള വിഷമങ്ങൾ നമ്മൾക്ക് പടച്ചവനോട് പറയാനുണ്ടാകും. അങ്ങനെ പല ഭൗതികമായ വിഷയങ്ങളും നമ്മളുടെ മനസ്സുകളിൽ അപ്പോൾ ഓർമ്മ വരും. അവിടെ അള്ളാഹു പറയാണ്, ഫമിനന്നാസി, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, അവരുടെ പ്രാർത്ഥനകളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് മുഴുവൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ, പടച്ചവനെ ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ, ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ. നമ്മളിപ്പോ പറഞ്ഞത് നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ മക്കൾ, നമ്മളുടെ രോഗങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, ഭൗതികമായ ഇത് മാത്രം പറയും.
പടച്ചവനോട് പറയേണ്ടുന്ന, പടച്ചവനോട് ചോദിക്കേണ്ടുന്ന വളരെ ഗൗരവമായ പലതും മറന്നു കളയും. അങ്ങനത്തെ ആളുകളെ പറ്റി അള്ളാഹു പറയാണ്, ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അള്ളാഹുവിനോട് പ്രാർത്ഥനാ വേളകളിൽ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ദുനിയാവിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാവുകയില്ല. അതൊരു വിമർശനമാണ്. ആ സമയത്ത് പോലും ദുനിയാവിൻ്റെതായ ആവശ്യങ്ങളെ മാത്രം ഉന്നയിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, ഇല്ല, അവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഇതൊരു വലിയ സന്ദേശമാണ്, വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത സന്ദേശമാണ്. എന്നിട്ട് ഈ ഇത് കഴിഞ്ഞിട്ട് അറാബികളായ ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ നല്ല പച്ചപ്പുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, അവരുടെ കൃഷിയിൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും, അവർക്ക് നല്ല മക്കളെ കിട്ടുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും. പക്ഷെ അവർ പരലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂല. എന്നിട്ട് വിശ്വാസികളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിൻഹും, അവരിൽ ചില ആളുകളുണ്ട്, മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ചില ആളുകളുണ്ട്, ബുദ്ധിമാന്മാരായ ആളുകൾ, അവർക്ക് പരാതികളുണ്ട്, അവർക്ക് സങ്കടങ്ങളുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് പറയാനേറെയുണ്ട്. അതൊക്കെ അവർ പറയും. പക്ഷേ വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, അവര് ദുനിയാവിൽ ഞങ്ങൾക്ക് തരണേ എന്ന് അല്ലാഹുവിനോട് പറയും. ഹസനതൻ, ഞങ്ങൾക്ക് നന്മ തരണേ എന്ന് അവർ പ്രാർത്ഥിക്കും. വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് ഈ ദുനിയാവിലെ മാത്രം നന്മകൾ പോരെ പടച്ചോനെ, ഞങ്ങൾക്ക് പാരത്രികമായ നന്മകൾ കൂടി തരണേ എന്ന് അവർ പ്രാർത്ഥിക്കും. അവര് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, അവര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, അവര് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, അവര് അള്ളാഹുവുമായുള്ള മറ്റു പാരത്രികമായ വിഷയങ്ങളിൽ അവര് പ്രാർത്ഥന നിരതരാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വഖിനാ അദാബന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ എന്ന് അവര് പ്രാർത്ഥിക്കും എന്ന് നമുക്ക് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇത് വലിയൊരു സന്ദേശമാണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പാഠം, അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ ദുനിയാവിന്റെ ആവശ്യങ്ങളോടൊപ്പം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഗൗരവപ്പെട്ട് പ്രാർത്ഥിക്കുക. അതൊരു നാട്ടിലെപ്പോഴും ഈ വ്യാജസിദ്ധന്മാരുടെയും മറ്റുമൊക്കെ അടുക്കൽ പോയിട്ട് ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ പണം കൊടുത്തുകൊണ്ട് വലിയ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനാ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നടക്കുന്ന സദസ്സുകൾ, ആ സദസ്സുകൾക്ക് മുന്നിൽ പോയിട്ടൊക്കെ ആളുകൾ പണം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നതൊക്കെ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ അങ്ങനെയല്ല. ഈ ദുനിയാവ് എപ്പോഴും നശിച്ചു തീരാവുന്നതാണ്. ഒരു വിമാനാപകടത്തിന്റെ വിറങ്ങലിപ്പിൽ നമ്മൾ നിൽക്കുന്ന സന്ദർഭമാണ്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കൊട്ടാരങ്ങൾ, ഈ സൗകര്യങ്ങൾ, ഈ ആസ്വാദനങ്ങൾ, ഈ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഒരു നിമിഷത്തെ ഒരു മരണം, നമ്മളുടെ അജൽ നമ്മളിലേക്ക് വരുന്നതോടുകൂടി തീരാനുള്ളതേയുള്ളൂ. ആ ഒരു ബോധത്തോടുകൂടി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുക. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിൽ നന്മ തരണേ, പരലോകത്തും നന്മ തരണേ. ചില ആളുകൾ പരലോകത്തിന് ദുനിയാവിന്റെ നന്മകളെ പറ്റി വിമർശിച്ചുകൊണ്ട് പറയുന്ന ചില രീതി, അതും ശരിയല്ല. ഒരു സ്വഹാബി, അദ്ദേഹം വളരെ രോഗിയായിട്ട് കിടക്കാണ്, വല്ലാതെ പ്രയാസപ്പെട്ട് കിടക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ വല്ലാത്ത പ്രയാസം അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ അള്ളാഹുവിനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നോ എന്ന് അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അള്ളാഹുവേ, പരലോകത്ത് നീ എന്നെ ശിക്ഷിക്കുകയില്ല എങ്കിൽ ദുനിയാവിൽ എനിക്ക് നീ പ്രയാസങ്ങൾ ഉണ്ടാക്കണേ, എനിക്ക് നീ പ്രയാസങ്ങളും ശിക്ഷയും ഒക്കെ തരണേ എന്ന് അയാൾ സ്വയം പ്രാർത്ഥിക്കാണ്. എനിക്ക് പരലോകത്ത് ശിക്ഷകൾ കിട്ടാതിരിക്കാൻ ദുനിയാവിൽ പ്രയാസങ്ങളും ശിക്ഷകളും തരണേ എന്നാണ് അയാൾ പ്രാർത്ഥിച്ചത്, ആ സ്വഹാബി പ്രാർത്ഥിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അല്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് ലാ തുതീഖു, സുബ്ഹാനല്ലാഹ്, നിനക്കത് സാധിക്കൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, ഫലാ ഖുൽത അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ഈ ദുനിയാവിലും നന്മ തരണേ, പരലോകത്തും എനിക്ക് നന്മ തരണേ എന്ന് നിനക്ക് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൂടായിരുന്നോ എന്ന് പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കപ്പെടുകയും ചെയ്തു എന്ന്. സ്വയം ശപിക്കുന്ന രീതിയിൽ ശാപപ്രാർത്ഥനകളും ആ രീതിയിലുള്ള പ്രാർത്ഥനകളല്ല. നമ്മൾ എന്തൊക്കെ പ്രയാസങ്ങളിലുള്ളപ്പോഴും പടച്ചവനെ ദുനിയാവിന് ഖൈറ് തരണേ, എന്റെ പാരത്രിക ജീവിതത്തിനും ഖൈറ് തരണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിൽ, തവാഫിന്റെ ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഇത് തന്നെയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥനയെ നമ്മൾ പതിവാക്കുക.
നമ്മളുടെ പരലോക ജീവിതത്തെക്കുറിച്ചുള്ള ബോധം എന്നും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.